ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിയുടെ ഒരു ഇൻസ്പയർഡ് നെക്ക് ഡിസൈനാണ്. ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ താഴെ കുറേ പേര് നല്ല ഡ്രസ്സാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഈ ഒരു ഡിസൈൻ ചെയ്യാമെന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതുപോലത്തെ വീഡിയോസിനായിട്ട്. പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഈ ഒരു നെക്ക് ഡിസൈൻ്റെ പാറ്റേൺ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇതിൽ ഈ റൗണ്ട് ഇട്ടിടത്തെല്ലാം നമ്മൾ റിംഗ് നോട്ട് ഇട്ടിട്ട് ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം ഗോൾഡൻ്റെ ബീഡ്സും ആണ് ചെയ്യുന്നത്. പിന്നെ നെക്ക് എടുത്തേക്കുന്നത് 4.5 ഇഞ്ച് വിഡ്ത്തും 3 ഇഞ്ച് ലെങ്ത്തും ആണ്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ മെറ്റീരിയലിൽ വരച്ചു കൊടുക്കേണ്ടത്. പിന്നെ നമുക്കിത് ചെയ്യാനായിട്ട് ആങ്കർ ത്രെഡ് വേണം. പിന്നെ മീഡിയം സൈസിലുള്ള നീഡിൽ വേണം. പിന്നെ ഞാൻ ഈ ചെയ്യുന്നത് ഒരു സെമി സിൽക്ക് മെറ്റീരിയലാണ്. ആദ്യം നമുക്ക് നമ്മുടെ ത്രെഡ് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കണം, ചെറിയ ബീഡ്സ് ഗോൾഡൻ്റെ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. അങ്ങനെ നമ്മൾ ഒരു ഇതിൽ തന്നെ 10 ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 ലൈനായിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യാൻ പോവാണ്. ഇതിൽ റിംഗ് നോട്ടാണ് വരുന്നത്. റിംഗ് നോട്ട് എന്ന് പറയുന്നത് ഈ ഫ്രഞ്ച് നോട്ട് തന്നെ കുറച്ച് ലൂസായിട്ട് ഒരു റിങ്ങിൻ്റെ ഒരു ഷേപ്പിൽ ചെയ്യുന്നതിനാണ് റിംഗ് നോട്ട് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ എടുത്തിട്ട് നീഡിലിനുള്ളിലേക്ക് ഒന്ന് ചുറ്റിയിട്ട് കുറച്ച് തൊട്ട് മുകളിലേക്കായിട്ട് ഒന്ന് നീഡിൽ ഇറക്കുക. അന്നേരം നന്നായിട്ട് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് വേണം നമ്മൾ ഈ ത്രെഡ് വെക്കാനായിട്ട്. അപ്പം ത്രെഡ് ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി കൈകൊണ്ട്. എന്നിട്ട് താഴത്തേക്ക് നീഡിൽ വലിച്ചാൽ മതി. നമ്മൾ നൂല് നീഡിൽ ചുറ്റുമ്പം ഒരുപാട് ടൈറ്റ് ആക്കാൻ പാടില്ല. അങ്ങനെ ടൈറ്റ് ആയി കഴിഞ്ഞാൽ അത് ഫ്രഞ്ച് നോട്ടായി പോവും. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് കറക്റ്റായിട്ട് വരണമെങ്കിൽ റിംഗ് നോട്ടാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നൂല് ചുറ്റുമ്പം കുറച്ച് ലൂസാക്കിയിട്ട് പിടിച്ചിട്ട് വേണം ചുറ്റാനായിട്ട്. എന്നിട്ട് കൈ കൊണ്ടൊന്ന് പിടിച്ചിട്ട് താഴത്തേക്ക് വലിച്ചാൽ മതി. ഒന്നുകൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഒരു 6 പെറ്റൽസ് വരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. നല്ല സിമ്പിളായിട്ടുള്ളൊരു വർക്കാണിത്. പിന്നെ നമ്മളിത് കൈ പിടിച്ച് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. നമ്മളിങ്ങനെ ക്യാമറയിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ കൈ പിടിച്ച് ചെയ്യുമ്പം ആ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് അടുത്തടുത്ത് വരുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഈ ബീഡ്സിനോടും അതുപോലെ തൊട്ടടുത്ത പെറ്റൽസിനോടും അടുത്ത് വരുന്ന രീതിയിൽ നമുക്ക് ഓരോന്നും ചെയ്ത് വന്ന് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരും ഇത്. ആകെ ശ്രദ്ധിക്കേണ്ടത് ത്രെഡ് നമ്മൾ നൂലിൽ ചുറ്റുമ്പം ഒന്ന് ലൂസാക്കി പിടിക്കാം. അതിനുശേഷം നമ്മുടെ ഒരു കൈ കൊണ്ട് ഈ ഒരു റിങ്ങിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചു വയ്ക്കുക. എന്നിട്ട് വേണം നീഡിൽ താഴത്തേക്ക് ഇറക്കാൻ. അങ്ങനെ ആകുമ്പോൾ അതൊരു റിങ്ങിൻ്റെ ഷേപ്പിൽ അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് നമ്മൾ ചെയ്യാനുള്ള ഫ്ലവേഴ്സിൻ്റെ എല്ലാം സെൻറ്ററിലായിട്ട് ബീഡ്സ് ആദ്യം വെച്ച് കൊടുക്കാം. ഈ ബീഡ്സ് വെച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു ഷേപ്പ് കിട്ടുക നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 പ്രാവശ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ട്.
ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ എല്ലാം ചുറ്റിനും ഇതുപോലത്തെ റിംഗ് നോട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 3 ലൈനായിട്ടാണല്ലോ ഫ്ലവേഴ്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി സൈഡിലെ 2 ലൈൻ്റെയും സൈഡിൽ കൂടി തന്നെ നമുക്ക് കുറച്ച് ബീഡ്സ് നമുക്കിങ്ങനെ ഇതുപോലെ വെച്ച് കൊടുക്കാം, റാൻഡംലി വെച്ച് കൊടുക്കാം. പ്രത്യേകിച്ച് അതിന് അകലമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നൂലടിയിൽ ഗ്യാപ്പ് വരും. അപ്പോൾ നമ്മൾ അടുത്തടുത്ത് വരുന്ന രീതിയിൽ വെച്ച് വെച്ച് പോകുക താഴെ വരെ. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും വെക്കുക. അതുപോലെ തന്നെ ഈ 2 ഫ്ലവേഴ്സിൻ്റെയും സെൻറ്റർ കൂടെ ഇല്ല താഴത്തേക്ക്, അത് കൂടെയും വെച്ച് പോകണം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. നമുക്ക് മേളിൽ വേണമെങ്കിൽ പൈപ്പിംഗ് കൊടുക്കാം. നമുക്ക് ഈ ത്രെഡിന് ചേരുന്ന കളറിലുള്ള പൈപ്പിംഗ് വെച്ച് കൊടുക്കുക.
അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ പറയണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്